എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ കുറിച്ചിട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീടിനുള്ളിലെ ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നെവിൻ. ശരിക്കും ആദ്യ സമയം തൊട്ട് തന്നെ നെവിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭക്ഷണം മോഷ്ടിക്കലും മറ്റുള്ളവരെ എന്ത് അനാവശ്യവും പറയാനായിട്ട് തുടങ്ങുക. പക്ഷേ ഈ ഒരു രീതിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ കരുതിയെന്ന് വെച്ചാൽ ഇത് അയാളുടെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം അയാളുടെ സഹോദരി വന്ന സമയത്ത് ഈ നെവിനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പുറത്തൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മോശമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടി എനിക്കത് അതിൻ്റെ ഗെയിമാണ് എന്ന് പറഞ്ഞ ആളാണ് നെവിൻ. പക്ഷേ എത്ര ഗെയിമാണെങ്കിലും മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അടിച്ചു മാറ്റി കഴിക്കുക. സാധാരണ രീതിയിൽ ബിഗ് ബോസ് നമ്മൾ കാണുന്ന ഇത് സീസൺ 7 ആണ്. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എല്ലാ സീസണുകളിലും ഈ ലാസ്റ്റൊക്കെ ആവുന്ന സമയത്ത് മത്സരാർത്ഥികളൊക്കെ ഉണങ്ങി ചുക്കായിട്ട് ഒരു പരുവത്തിനായിട്ടിരിക്കും. ഇപ്പം തന്നെ ഈ സീസണിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അനീഷിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് അക്ബറൊക്കെ വന്നതുപോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. അവരൊക്കെ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, ഷാനവാസ് ആണെങ്കിലും. പക്ഷേ ഈ പറയുന്ന നെവിനാണെങ്കിൽ തടിച്ച് ഉരുണ്ട് എന്താ പറയുക, പണ്ടുള്ളവരൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്, 10 വീതി പലകയ്ക്ക് ഇറക്കാന്ന് പറയും. ആ ഒരു രീതിയിലായിരിക്കുകയാണ് പുള്ളിക്കാരൻ തിന്നുന്നത് പോട്ടെ, മറ്റുള്ളവരുടെ ഭക്ഷണവും കൂടി അടിച്ചു മാറ്റി തിന്നുന്നു. അത് മാത്രമല്ല മറ്റുള്ളവരെ കയറിയിട്ട് ആക്രമിക്കുക ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്താ മറ്റുള്ളവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ട് തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കാനായിട്ട് വായിൽ വിരലിട്ടുകൊണ്ടിരിക്കുകയാണോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ആള്? ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഈ ഒരു സീസണിൽ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ത് തന്തയില്ലാത്ത തരം കാണിച്ചു കഴിഞ്ഞാലും അയാളെ അവിടെ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രജിത് സാറ് നിന്ന ആ ഒരു സീസൺ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ കയ്യിൽ മുളകിൻ്റെ ആ ഒരു എരിവ് കൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ, അവരുടെ പേര് മറന്നുപോയി, അവരുടെ കണ്ണിൽ വെച്ച് തേച്ചു എന്നുള്ള കുറ്റത്താലാണ് അയാളെ അവിടെ നിന്നും ഔട്ടാക്കി വിട്ടത്. അതിൽ നമ്മൾ അന്നേരം ഒരുപാട് ആളുകൾ പ്രതിഷേധവുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് രജിത്ത് സാറ് ചെയ്തത് കണ്ണിലാണ്. എരിവ് തട്ടുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. ആരുടെ കണ്ണിലാണെങ്കിലും മുളക് നമുക്ക് നന്നായിട്ട് അറിയാം, അടുത്തൂടെ പോയി കഴിഞ്ഞാലും കണ്ണിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ രജിത്ത് സാറ് ചെയ്തത് തെറ്റാണ് എന്ന് കണ്ടിട്ടാണ് രജിത്ത് സാറിനെ പുറത്താക്കിയത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഡോക്ടർ റോബിൻ്റെ കാര്യം. ഡോക്ടർ റോബിൻ വാഷ്റൂമിലായിരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ജാസ്മിൻ മൂസയൊക്കെ ആ ഒരു പാറ്റയെ കൊല്ലുന്ന ഹിറ്റോ മറ്റോ ആണ് എടുത്തിട്ട് അടിച്ചിട്ട് പുള്ളിക്കാരന് അകത്ത് നിന്ന് ശ്വാസം മുട്ടിക്കഴിഞ്ഞ സമയത്തിന്, പുള്ളിക്കാരൻ പുറത്തോട്ട് ഇറങ്ങി വന്ന സമയത്തിന് റിയ സലീമൊക്കെ അദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിൽ ഒരു പുഷ് ചെയ്യുകയോ എന്തോ ചെയ്ത സമയത്താണ് ഈ പുള്ളിക്കാരൻ ഡോക്ടർ റോബിനെയും കൂടി ആ ഒരു സീസണിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും സംഭവങ്ങളൊക്കെ ഞാൻ മറന്നു. സീസൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇത്രയും നാളായില്ലേ, അതൊക്കെ കുറേയൊക്കെ മറന്നുപോയി. എന്നാലും അന്ന് ഉടനടി ഡോക്ടർ റോബിനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് റോബിൻ രാധാകൃഷ്ണൻ തന്നെ വിൻ ചെയ്യും എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ അത് കഴിഞ്ഞു. അതുപോലെ തന്നെ പോളി ഫിറോസും സജിനയും കൂടി മത്സരിച്ചിരുന്ന ആ ഒരു സമയത്ത് അവരുടെ ഭാഗത്തു നിന്നും സംസാരത്തിലോ എന്തോ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയുടെ പരാതിയെ തുടർന്ന് അവരെ രണ്ടുപേരെയും ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ തന്നെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സീസണിൽ എന്താ നെവിനെ പുറത്താക്കാതിരിക്കുന്നത്? നെവിൻ ആരെയെല്ലാം ഏതെല്ലാം തരത്തിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് നെവിനെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്? നെവിനിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചെടുക്കാനായിട്ടുണ്ടോ? മനസ്സിലാവുന്നില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ നെവിൻ എന്ന് പറയുന്ന താന്തോന്നിയെ അവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. ശരിക്കും ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റിവ്യൂ ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാണാൻ തോന്നുന്നില്ല. ലൈവ് കാണുമ്പോൾ പരസ്പരം, അതായത് ഈ 100 ദിവസത്തോട് അടുക്കുന്ന സമയത്ത് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും പരസ്പരം മനസ്സിലാക്കാതെ ഒരു ടാസ്ക് കൊടുത്താൽ പോലും അത് ക്ലിയറായിട്ട് ചെയ്യാതെ വൈരാഗ്യ ബുദ്ധിയോടുകൂടി മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയാൽ പോലും വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട കണ്ടസ്റ്റൻറ്റിനെ ഇതുവരെയുള്ള ഒരു സീസണിലും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സീസണിൽ എവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ട് വന്നോ എന്തോ കുറേ എണ്ണത്തിന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇതൊക്കെ ഇപ്പോൾ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും.
അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാനും പറ്റില്ല. ഇപ്പോൾ ഷാനവാസിനെ തന്നെ നെവിൻ അറ്റാക്ക് ചെയ്തു. അതിനു മുമ്പേ നമുക്കറിയാം ഫസ്റ്റ് നെവിൻ്റെ അടുത്തോട്ട് ചെന്നത് ഷാനവാസ് തന്നെയാണ്, അല്ലെന്നൊന്നും പറയുന്നില്ല. ഷാനവാസിന് പലരും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും അയാളുടെ ദേഹത്തേക്ക് പാല് ഒഴിച്ചത് എങ്ങനെയാണ് ശരിയാവുന്നത്? വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് ഷാനവാസിൻ്റെ തലയിലല്ലേ പാലിൻ്റെ ഇതുകൊണ്ട് അടിച്ചത് നെവിൻ. എന്നിട്ട് എന്താ പുള്ളിക്കാരനെ പുറത്താക്കാത്തത്? ഒരു വ്യക്തി അവിടെ കുഴഞ്ഞു വീണു, അത് ഡ്രാമയാണെന്ന് പറയുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അതേക്കുറിച്ചിട്ട് അത്രയും ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആളല്ല. പുള്ളിക്കാരൻ വീണത് ഡ്രാമയാണോ അല്ലാതെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഒരു വ്യക്തി വീണ് കിടക്കുമ്പോൾ, എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഒരു വ്യക്തി വീണ് കിടക്കുമ്പോൾ അയാൾക്ക് ഡ്രാമയാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആര്യനും നെവിനും അക്ബറിനും നല്ലൊരു നമസ്കാരം എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും പേരിൽ. അത് തരാതിരുന്നാൽ നമ്മളൊക്കെ മനുഷ്യരല്ലാതായി പോവും. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അക്ബറിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരു ടാസ്ക്, എനിക്ക് തോന്നുന്നു ആ പാവ ടാസ്ക് നടന്ന ആ ഒരു സമയത്ത് ഇതുപോലെ അക്ബർ അനീഷിൻ്റെ തലയിൽ അടിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അനീഷ് പുള്ളിക്കാരനെ പിച്ചേ മാന്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ പേരിലും അവർക്കൊരു ചെറിയ പണിഷ്മെൻറ്റ് പോലും ഈ അനീഷിനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അക്ബറിനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്ത് തരം ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിനു മുമ്പ് ഒരു സീസണിൽ, നമ്മുടെ രജിത് കുമാർ സാറിൻ്റെ സീസണിൽ പുള്ളിക്കാരൻ ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു. പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട ഒരു മാല, ഇനി രുദ്രാക്ഷമോ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല, പുള്ളി തന്നെ പുള്ളിയുടെ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മാല കൊണ്ടുവന്ന് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറ്റാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കൊണ്ട് കയറുന്നത് ശരിയല്ല, അത് അവിടുത്തെ റൂൾസിനൊക്കെ വിപരീതമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഒരു സീസൺ വന്നപ്പോൾ അനുമോളുടെ പ്ലാച്ചിയെ കൊണ്ടു കയറുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. ശരിക്കും ഇവന്മാരെല്ലാം കൂടി പരസ്പരം ഇമ്മാതിരി തരികിട തക്കിട പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് ഈ ഒരു ബിഗ് ബോസ് എവിടെ കയറി എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ഇതൊരു റിയാലിറ്റി ഷോയാണെന്ന് പറയുകയാണെങ്കിലും ഇത് തികച്ചും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണെന്നാണ് നേരത്തെ ഉള്ള സീസണിൽ നിന്ന കിടിലൻ ഫിറോസ് പറയുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് ടീം അംഗങ്ങൾ എന്നുള്ള കാര്യം തുറന്നു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആര്യനും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു ടാസ്ക്. അതായത് ആ ഒരു കമ്പ് പോലെ ഇരിക്കുന്ന സാധനത്തിൽ കയറി കൈ രണ്ട് മുകളിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ആര്യൻ കാല് മാറ്റുന്നുണ്ടായിരുന്നു, ചരിഞ്ഞു നിന്നു, പിരിഞ്ഞു നിന്നു. എന്നിട്ട് ബിഗ് ബോസിൻ്റെ കണ്ണിൽ കുരുവായിരുന്നു. ആര്യൻ നിന്നതിന് ഒരു പ്രശ്നമല്ല, വിൻ ചെയ്തത് ആര്യനാണെന്ന് പറഞ്ഞു. ശരിക്കും സാബുമോന് കിട്ടേണ്ടിയിരുന്ന ആ ഒരു സ്ഥാനം ആര്യന് കൊടുത്തു. എപ്പടി ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആര്യനെ അക്ബറിനെ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമായിട്ട് തിരഞ്ഞെടുത്തിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് പുറത്ത് വിടടോ. എന്തിനാണ് മറ്റുള്ള മത്സരാർത്ഥികളെ കഷ്ടപ്പെടുത്തി അവിടെ നിർത്തിയിരിക്കുന്നത്? ഗെയിം കളിക്കുന്നവരെയൊക്കെ നിങ്ങൾ നൈസിനങ്ങ് പുറത്താക്കും. എന്നിട്ട് നിങ്ങൾ അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? എന്നിട്ട് പറയും ജനങ്ങളുടെ വോട്ടാണെന്ന് പറയും. ജനങ്ങളുടെ വോട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. കാരണം അല്ലെങ്കിൽ ജിസയിലൊക്കെ എങ്ങനെയാണ് പുറത്തു പോയത്? അപ്പോൾ എന്തൊക്കെ പറയാനാണെങ്കിലും ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ പറയട്ടെ. ഞാനിപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയെ കൂടുതലായിട്ട് ഒരൊറ്റ മത്സരാർത്ഥിക്ക് പോലും ഞാൻ വോട്ട് കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. നേരത്തെ ഞാൻ അനീഷിന് കൊടുത്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കൊടുക്കുന്നില്ല. കൊടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഈ ഒരു ഷോ കാണാറില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യാത്തതും. നമ്മൾ കാണാത്തൊരു വിഷയത്തെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യേണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു വഴക്ക് നടന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈവ് കാണുന്നില്ലെങ്കിലും അല്ലാതെ ഞാൻ ഏഷ്യാനെറ്റിൽ കയറി കാണാറുണ്ട്. ലൈവ് കാണലാണ് നിർത്തിയത്, അല്ലാതെ കാണാറുണ്ട്. വളരെ മോശമായി പോയിട്ടുണ്ട്. നെവിൻ എന്ന് പറയുന്ന താന്തോന്നിയെ അവിടെ ഇട്ട് തീറ്റിപ്പോറ്റാതെ അവനെ എടുത്ത് വെളിയിൽ കളയാനുള്ള കഴിവില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിലാണോ ഈ പുള്ളിക്കാരനെ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇരട്ടത്താപ്പല്ലേ നിങ്ങൾ കാണിക്കുന്നത്? ഡോക്ടർ റോബിനോടും പിന്നെ പോളിഫിറോസിനോടും സജിനയോടും അതുപോലെ തന്നെ രജിത് കുമാർ സാറിനോടും കാണിക്കാത്ത എന്ത് ഔദാര്യമാണ് നിങ്ങൾ ഈ നെവിന് വെച്ച് കാണിച്ചു കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഡബിൾ മീനിങ്ങിൻ്റെ ചക്രവർത്തി ആയിട്ടുള്ള ആര്യനെ എന്തടിസ്ഥാനത്തിലാണ് ഒരു വാർണിംഗ് പോലും കൊടുക്കാതെ അവിടെ നിർത്തിയിരിക്കുന്നത്? ഇന്ന് ഇതേവരെ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അവിടെ വന്നിട്ട് ആര്യനെ നല്ല രീതിയിൽ ഒന്ന് ശകാരിക്കുന്നത് പോലും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അങ്ങേര് എല്ലാ വീക്കിലും വരുന്നത് അനുമോളെയും അനീഷിനെയും ടാർഗറ്റ് ചെയ്യാനാണ്. പിന്നെ ഒരു തവണ ഷാനവാസിനും കിട്ടി.
അന്ന് ഷാനവാസ് അത് അർഹിക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ ആരൊക്കെ ഇനി ഷാനവാസിന് വേണ്ടിയിട്ട് സംസാരിച്ചാലും ശരി തന്നെ. കാരണം പുള്ളിക്കാരൻ ആ ഒരു ആഴ്ച മൊത്തം അവിടെ ഭയങ്കര അലുമ്പായിരുന്നു. പുള്ളിക്കാരൻ്റെ ഓരോ രീതികൾ കണ്ട് നമ്മൾ തന്നെ വെറുത്തുപോയി. ആ ഒരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഷാനവാസ് വീണ സമയത്തിന് ഷാനവാസ് ഭയങ്കര ഡ്രാമ കാണിച്ച് കുഴഞ്ഞു വീണു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അപ്പോഴും എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇനി ഷാനവാസ് ഡ്രാമയാണെങ്കിലും അല്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോൾ, ഡ്രാമ ആയിക്കോട്ടെ, പക്ഷേ ഒരാൾ വീണ് കിടക്കുമ്പോൾ അയാളുടെ നെഞ്ചത്ത് ചവിട്ടാനായിട്ട് ചെല്ലുന്ന സ്വഭാവം ഒട്ടും ശരിയല്ല. കാരണം ആ ഒരു വ്യക്തി വീണ് കിടന്ന സമയത്താണ് ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയും ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയും നെവിൻ എന്ന് പറയുന്ന വ്യക്തിയും മാറി നിന്ന് ഡ്രാമ എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. എന്നാൽ ഇതിൻ്റെ പേരിൽ 3 പേർക്കും വാണിംഗ് കൊടുക്കുകയോ പണിഷ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്യാത്ത ബിഗ് ബോസിന് നാണമില്ലേ? ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മണ്ടൻ ഷോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതേ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ അങ്ങ് അറ്റം കയറിപ്പോവും. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇത് കണ്ടിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും